Hi everybody, SSLC, subject English. So today in this class we are going to discuss the chapter Another Day in Paradise. Another Day in Paradise is a beautiful song by Philip Collins. This is a song by English singer and notable English singer and songwriter Philip Collins. അതായത് ഫിലിപ്പ് കൊളിൻസ് എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് സിംഗറും ഇംഗ്ലീഷ് സോങ് റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ഫിലിപ്പ് കൊളിൻസ് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായൊരു സോങ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സോങ്ങിൽ പറയുന്നത്, അതിൻ്റെ കോണ്ടന്റ് എന്താണ്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ: എ പുവർ ഡെപ്പിക്ഷൻ ഓഫ് ഹോംലെസ്നെസ് ആൻഡ് എ സൊസൈറ്റൽ നെഗ്ലെക്റ്റ്. അതായത് പുവർ ഡെപ്പിക്ഷൻ ഓഫ്, അതായത് ദയനീയമായൊരു ചിത്രീകരണം. ആരുടെ? പുവർ ഡെപ്പിക്ഷൻ ഓഫ് ഹോംലെസ്നെസ്. അതായത് വീടില്ലാത്ത ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? പോവേർട്ടി അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ ഇനീക്വാലിറ്റി അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരുടെ ഒരു പിക്ചറും പ്ലസ് അതിൻ്റെ കൂടെ സൊസൈറ്റൽ നെഗ്ലെക്റ്റ്. എന്താ നെഗ്ലെക്റ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക, മാറ്റി നിർത്തുക. അതായത് ഇത്തരം ആൾക്കാർ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് കേണ് അപേക്ഷിക്കുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് നടക്കുന്ന, ഒഴിഞ്ഞു മാറി നടക്കുന്ന മനുഷ്യരും ഇന്നത്തെ സമൂഹത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു പിക്ചർ, അതായത് ഹോംലെസ്നെസ് ആയിട്ടുള്ള പീപ്പിൾ, അതുപോലെ തന്നെ അവരെ ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കി മാറ്റി നിർത്തി മാർജിനലൈസ് ചെയ്ത് നടന്നു പോകുന്ന മനുഷ്യർ. അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സുമാണ് നമുക്ക് ഈ സോങ്ങിൽ കാണാൻ പറ്റുക. ഓക്കെ, സോ വൺസ് അഗെയിൻ ഈ ഒരു സോങ്ങിൽ പറയുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: എ പുവർ ഡെപ്പിക്ഷൻ ഓഫ് ഹോംലെസ്നെസ് ആൻഡ് സൊസൈറ്റൽ നെഗ്ലെക്റ്റ്. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ചാപ്റ്ററിലേക്ക് വരുമ്പോൾ. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay students, so now let's discuss the poem Another Day in Paradise. She calls out to the man on the street, "Sir, can you help me?" So ഇവിടെ നമ്മുടെ റൈറ്റർ ഒരു തേർഡ് പേഴ്സൺ നെറേറ്റീവിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ റൈറ്റർ കാണുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ്. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ. അവളൊരു മനുഷ്യനെ വിളിക്കുകയാണ്. ഓൺ ദ സ്ട്രീറ്റ്, തെരുവിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ അവൾ എന്നുദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഹോംലെസ് ആയിട്ടുള്ളൊരു വുമണിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. വീടില്ലാത്ത, പോവേർട്ടി അനുഭവിക്കുന്ന, ഇനീക്വാലിറ്റി ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ഷീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ. അപ്പോൾ അവൾ ഒരാളെ വിളിക്കുകയാണ്. ഓൺ ദ സ്ട്രീറ്റ്, തെരുവിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിച്ചിട്ട് ചോദിക്കുന്നത്? "സർ, ക്യാൻ യു ഹെൽപ്പ് മീ?" എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ഇറ്റ്സ് കോൾഡ്, നല്ല തണുപ്പുണ്ട്. ആൻഡ് ഐ ഹാവ് നോവർ ടു സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാനൊരു ഇടം ഇല്ല. എവിടെയും ഉറങ്ങാനൊരു ഇടം എനിക്ക് ഇല്ല. അപ്പോൾ എനിക്ക് വീടൊന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ദർ സംവെയർ യു ക്യാൻ ടെൽ മീ? എവിടെയെങ്കിലും നിങ്ങൾക്ക് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഹി വാക്സ് ഓൺ, ഡസൻറ്റ് ലുക്ക് ബാക്ക്. പക്ഷേ ഈ ഒരു ചോദ്യം കേട്ടിട്ടും ആ വ്യക്തി, ആ മനുഷ്യന് അങ്ങ് നടന്നു പോകുകയാണ്. ഡസൻറ്റ് ലുക്ക് ബാക്ക്, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല, അങ്ങനെ നടന്നു പോകുകയാണ്. ഹി പ്രിറ്റൻസ് ഹി കാൻഡ് ഹിയർ ഹെർ. അപ്പോൾ ഇയാൾ അഭിനയിക്കുകയാണ്. പ്രിറ്റൻഡ് എന്ന് വെച്ചാൽ നടിക്കുക, നാട്യം. അപ്പോൾ ഇയാൾ നടിക്കുകയാണ്, താൻ കേട്ടിട്ടില്ല, താൻ ഒന്നും കേട്ടിട്ടില്ല, അവൾ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ച് കേൾക്കാത്ത പോലെ അങ്ങ് നടന്നു പോകുകയാണ്. സ്റ്റാർട്ട്സ് ടു വിസിൽ. ഇപ്പം നടന്നു പോകുന്ന സമയത്ത് ചൂളം അടിച്ചുകൊണ്ട് കൂളായിട്ട് നടന്നു പോവുകയാണ് ഇയാൾ. സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്. അപ്പോൾ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ചൂളം അടിച്ച് താൻ ആ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് നടന്നു പോകുകയാണ്. സീംസ് എംബാരാസ്ഡ് ടു ബി ദർ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റർക്ക് മനസ്സിലാവുകയാണ്, ഹി സീംസ് എംബാരാസ്ഡ് ടു ബി ദർ. അവിടെ ആ ഒരു വീടില്ലാത്ത, ആ ഒരു ദരിദ്രരായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പോവേർട്ടി അനുഭവിക്കുന്ന ആ ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്ത് നിൽക്കുക എന്നുള്ളത് തന്നെ ഇയാൾക്ക് ഒരു എംബാരാസ്ഡ് സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എംബാരാസ്ഡ് ആയിട്ടുള്ള ഒരു ലജ്ജ, ഇയാൾക്കൊരു ലജ്ജ, അവിടെ നിൽക്കുന്നതിലൊരു നാണക്കേട്, ഒരു ഷെയിം ഇയാൾക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുകയാണ്. ഓക്കെ, ദെൻ ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. Oh, think twice, cause it's another day for you and me in paradise. Think about it. നോക്കൂ, ഇവിടെ
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യം എനിക്ക് പറയാനുള്ളത് ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കവിതയിലോ അല്ലെങ്കിൽ ഒരു സോങ്ങിലോ ഒക്കെ ഒരു പെർട്ടിക്കുലർ ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിഫ്രൈൻ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഈ സോങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ഇതിൽ ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല. അതിന് പകരം ഈ വരികളുടെ അർത്ഥമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വരികൾക്ക് ഒരുപാട് വലിയ അർത്ഥമുണ്ട്. അതായത് ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഐറോണിക്കൽ എക്സാമ്പിളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ഐറണി ഉള്ള ഒരു ലൈനാണ്. അപ്പോൾ എന്താണ് ഐറണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പോയറ്റിക് ഡിവൈസാണ്. അപ്പോൾ ശരിക്കും ഈ ഐറണി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദ എക്സ്പ്രഷൻ ഓഫ് വൺസ് മീനിങ് ബൈ യൂസിങ് ലാംഗ്വേജ് ദാറ്റ് നോർമലി സിഗ്നിഫൈസ് ദ ഓപ്പോസിറ്റ്. അതായത് ഒരു കാര്യം പറയും, പക്ഷെ ആ പറയുന്നത് ആവില്ല ശരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ നോക്കൂ, ഈ വരിയിലേക്ക് നോക്കൂ. ഓ തിങ്ക് ട്വൈസ്, 2 പ്രാവശ്യം ചിന്തിക്കൂ. കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. എനിക്കും നിനക്കും ഇത് പാരഡൈസ് എന്ന് വെച്ചാൽ എന്താണ്? സ്വർഗം. ഈ സ്വർഗത്തിലെ മറ്റൊരു ദിവസമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് സ്വർഗമാണ്, പാരഡൈസാണ് എന്ന് പറയുകയാണ് സിംഗർ. ഈ ജീവിക്കുന്നത് ഒരു പാരഡൈസാണ്. അപ്പോൾ ഇവിടെയുള്ള മറ്റൊരു ദിവസം മാത്രമാണ് ഇത്. അതായത് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ പാസ് ചെയ്ത് പോകുന്നത്, ഇത് സ്വർഗവും ആണ് എന്നുള്ളത് പറയുകയാണ്. ശരിക്കും പാരഡൈസ്, സ്വർഗം എന്നൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടി, പീസ് ആൻഡ് ഹാർമണി, അല്ലേ? അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് പാരഡൈസിനെ പറയുന്നത്. വളരെ മനോഹരമായ, സമാധാനപൂർണ്ണമായ, ഹാർമണിയോട് കൂടിയിട്ടുള്ള ഒരു ഐഡിയലൈസ്ഡ് പ്ലേസ്, അതാണ് പാരഡൈസ്. പക്ഷേ ഈ സോങ്ങിൽ പാരഡൈസ് അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ സ്വർഗമാണ്, നമ്മൾ നിൽക്കുന്നത് സ്വർഗമാണ് എന്ന് പറയുമ്പോൾ ഈ സോങ്ങിൻ്റെ സിറ്റുവേഷൻ എന്താ? ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ സഹായം അഭ്യർത്ഥിക്കുന്നു, അത് നിരസിച്ചുകൊണ്ട് ഒരാൾ പാസ് ചെയ്ത് പോകുന്നു. സോ ആക്ച്വലി സിംഗർ പറയാൻ ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് നോട്ട് പാരഡൈസ് ബട്ട് ദിസ് ഈസ് ഹെൽ, നരകമാണ് ഇവിടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇതിനെ നമ്മൾ ഐറണി എന്ന് പറയാം. അതായത് ദ എക്സ്പ്രഷൻ ഓഫ് വൺസ് മീനിങ് by using language that normally signifies the opposite. അതായത് ഇപ്പോൾ പാരഡൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങിനെയാണ്, അതായത് ഹെല്ല്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഈ ഒരു ലൈനിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് ആൻ ഐറോണിക് റെഫറൻസ് ടു ദ സ്ട്രഗിൾസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ദോസ് ഇൻ നീഡ്, highlighting the contrast between the idealized notion of paradise and the reality of suffering. She calls out to the man on the street. അപ്പോൾ ഇവർ വീണ്ടും വിളിക്കുകയാണ് ആ തെരുവിൽ. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. ഹീ ക്യാൻ സീ ഷീസ് ബീൻ ക്രൈയിങ്. ഇപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഷീസ് ഗോട്ട് ബ്ലിസേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. അപ്പോൾ അവരുടെ കാൽപാദത്തിൻ്റെ അടിയിൽ, സോൾസ് എന്ന് വെച്ചാൽ പാദത്തിൻ്റെ അടിവശം, അപ്പോൾ അവിടെ ബ്ലിസേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതായത് ബബിൾസ് ഓൺ ദ സ്കിൻ. നടന്ന് കുമിളകളൊക്കെ, കാലിൻ്റെ അടിയിൽ കുമിളകളൊക്കെ ഉണ്ടായി പൊട്ടി മുറിവൊക്കെ സംഭവിക്കുന്നുണ്ട്. ഷീ കാൻറ്റ് വാക്ക്, അങ്ങനെ നടക്കാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ഷീ ഈസ് ട്രൈയിങ്, പക്ഷെ നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ലൈന് റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. വീണ്ടും ഓ തിങ്ക് ട്വൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. ഓ തിങ്ക് ട്വൈസ്, ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓ ലോർഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു? ഓ ലോർഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. നോക്കൂ, ഓ ലോർഡ്, ഇവിടെ റൈറ്റർ ദൈവത്തിനോട് പറയുകയാണ്. ഓ ലോർഡ്, അതായത് ഓ ദൈവമേ, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു, മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഓ ലോർഡ്, ഓ ദൈവമേ, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓൺ ഹെർ ഫേസ്, അവരുടെ മുഖത്തിലെ ലൈൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇവിടെ ലൈൻസ് ഓൺ ഹെർ ഫേസ് എന്നൊക്കെ ഉദ്ദേശിച്ചത് അവരുടെ പോവേർട്ടി, അവരുടെ പുവർ പത്തറ്റിക് സിറ്റുവേഷനെയാണ് അത് കാണിക്കുന്നത് കേട്ടോ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഷീസ് ബീൻ ദർ, അവരവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ, നിങ്ങൾക്കത് കാണാം. പ്രോബബ്ലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവറി പ്ലേസ്, എല്ലാ സ്ഥലത്തു നിന്നും അവരെന്ത് ചെയ്യപ്പെട്ടു? മൂവ്ഡ് ഓൺ, എല്ലാ സ്ഥലത്തു നിന്നും അകറ്റി
അല്ലെങ്കിൽ മാറ്റി നിർത്തിയതാണ്, ഒഴിവാക്കിയതാണ്. ഇവർക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഹൗസ്, സ്റ്റേബിളായിട്ടുള്ളൊരു വീട് ഇവർക്ക് ഇല്ല. സോ അവിടെയും ഇവിടെയും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അവർ. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തർ ഇവരെ മാറ്റി നിർത്തുകയാണ്, ഒഴിവാക്കുകയാണ്, അകറ്റി വിടുകയാണ്. കോസ് ഷീ ഡിഡൻറ്റ് ഫിറ്റ് ഇൻ ദർ. അപ്പോൾ എവിടെയും ഫിറ്റായിട്ട് ഫിക്സായിട്ട് നിൽക്കുന്നില്ല. ബിക്കോസ് ഷീ ഹാസ് നോ ഹോം. എ ഫിക്സഡ് അതല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഹോം ഇവർക്ക് ഇല്ല. വീണ്ടും ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത വരി റിപ്പീറ്റായിട്ട് വരുന്നു. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ആ ഒരു വരിയുടെ എക്സ്പ്ലനേഷൻ ഇനിയും ഞാൻ വീണ്ടും തരുന്നില്ല. അത് ഞാൻ നേരത്തെ ഫസ്റ്റ് അത് അപ്പിയർ ചെയ്ത സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. സോ ആ ഒരു പെർട്ടിക്കുലർ ലൈൻ ഇതിൽ വീണ്ടും 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 റിപ്പീറ്റായിട്ട് വരുന്നതും ശ്രദ്ധിച്ചു വയ്ക്കുക. ഓക്കെ സ്റ്റുഡൻസ്, നൗ ലെറ്റ്സ് ഡിസ്കസ് സം പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് സോങ്. ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് പറയാനുള്ളത് റിഫ്രൈനാണ്. റിഫ്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ഓഫ് ലൈൻ. അതിനെയാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുന്നത്. ഈ സോങ്ങിലേക്ക് വരൂ. ഈ സോങ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടില്ലേ വരികളുടെ ആവർത്തനം. ഓക്കെ, റിപ്പീറ്റേഷൻ ഓഫ് ലൈൻസ് ഈ സോങ്ങിലുണ്ട്. സോ സിംപ്ലി നമുക്ക് പറയാം ഈ കവിതയിൽ എന്തുണ്ട്? റിഫ്രൈൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഐറണിയാണ്. ഈ നേരത്തെ പറഞ്ഞ റിഫ്രൈൻ്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ ലൈൻ തന്നെയാണ് ഐറണിയുടെയും എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഐറോണിക്കൽ ലൈൻ ഇതിലുണ്ട്. അത് ഞാൻ കവിത എടുക്കുന്ന സമയത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഐറണി എന്ന് ഉദ്ദേശിക്കുന്നത് ദ എക്സ്പ്രഷൻ ഓഫ് വൺസ് മീനിങ് ബൈ യൂസിങ് ലാംഗ്വേജ് ദാറ്റ് നോർമലി സിഗ്നിഫൈസ് ദ ഓപ്പോസിറ്റ്. അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. അപ്പോൾ ഐറോണിക്കൽ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഐറോണിക്കൽ ലൈൻ ഇതിൽ ഉണ്ട്. അതെന്ന് പറയുന്നത് എവിടെയാണ്? അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ആ വരി ഉണ്ടല്ലോ. അപ്പോൾ അത് ഐറോണിക്കൽ ലൈനാണ് എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ സിംഗർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇത് പാരഡൈസ് അല്ല, പകരം ഇത് നരകമാണ്, ഇത് ഹെൽ ആണ് എന്നാണ് ആക്ച്വലി അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം പാരഡൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയലൈസ്ഡ് പ്ലേസ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമാധാനത്തോടു കൂടിയുള്ള ഒരു മനോഹരമായൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്നത് പാരഡൈസിലാണ് എന്ന് സിംഗർ പറയുമ്പോൾ ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ സോങ്ങിൽ നടക്കുന്നത് എന്താണ്? കോണ്ടെക്സ്റ്റ് എന്താണ്? ഒരു പാവപ്പെട്ടൊരു സ്ത്രീ സഹായം അഭ്യർത്ഥിക്കുന്നു. അത് കേട്ടില്ല എന്ന മട്ടിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. സോ ആക്ച്വലി സിംഗർ ഉദ്ദേശിക്കുന്നത് ഇത് പാരഡൈസ് അല്ല, പകരം ഇത് ഹെല്ലാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള പോയറ്റിക് ഡിവൈസ് ഈ സോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് അനാഫോറ. അതായത് എന്താണ് അനാഫോറ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അനാഫോറ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ: റിപ്പീറ്റേഷൻ ഓഫ് സെയിം വേർഡ് ഓർ ഫ്രേസ്. ഓക്കെ, വളരെ ലളിതമായ രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു നിർവചനം പറയുന്നുള്ളൂ. അപ്പോൾ അതായത് റിപ്പീറ്റേഷൻ ഓഫ് സെയിം വേർഡ് അതല്ലെങ്കിൽ ഫ്രേസ്. അതെന്തിനെന്ന് വെച്ചാൽ ടു ഗീവ് സച്ച് കൈൻഡ് ഓഫ് ആൻ എംഫസൈസ്, ഒരു ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ കവിത ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടു, അതായത് ഓ തിങ്ക് ട്വൈസ് എന്ന് പറയുന്ന വരി. അതായത് ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ആ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓ തിങ്ക് ട്വൈസ് എന്നുള്ള ആ ഒരു ഫ്രേസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ലൈൻ അല്ല, ആ ഒരു ഫ്രേസിനെ കുറിച്ചിട്ടാണ്. ലൈൻ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അത് നമ്മൾ റിഫ്രൈൻ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ആ ഒരു ഫ്രേസ് കണ്ടോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? അതെന്തിനാണെന്ന് വെച്ചാൽ അത് അവിടെ ഒരു സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഒരു എംഫസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു റിപ്പീറ്റേഷൻ ഓഫ് സെയിം വേർഡ് ഓർ ഫ്രേസ് ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും വളരെ ലളിതമായിട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അനാഫോറ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഓ ലോഡ് എന്ന് പറയുന്ന വരി. ഓ ലോഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. വീണ്ടും ഓ ലോഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. അപ്പോൾ അവിടെ ഈ ഓ ലോഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് അവിടെ അനാഫോറയ്ക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഇമേജറീസ് ആണ്. അത് തീർച്ചയായിട്ടും എല്ലാ കവിതകളിലും ഇമേജറീസ് ഉണ്ടാവും. വിഷ്വൽ ഇമേജറി അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജറി, ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഈ കവിതയിൽ വിഷ്വൽ ഇമേജറീസ് ഡെഫിനറ്റ്ലി വിഷ്വൽ ഇമേജറീസ് ഉണ്ട്. അതായത് സ്ട്രീറ്റ് വിഷ്വൽ ഇമേജറിയാണ്, പാരഡൈസ്, ഫീറ്റ്, ബ്ലിസേഴ്സ്, അതുപോലെ തന്നെ ലൈൻസ് ഓൺ ഹെർ ഫേസ്, ഇതൊക്കെ കാണാൻ പറ്റുന്ന ഇമേജസ് ആണ്. അപ്പോൾ ഇതൊക്കെ വിഷ്വൽ ഇമേജറീസ് ആണ്. അതോടൊപ്പം തന്നെ ഓഡിറ്ററി ഇമേജറി ഇതിലുണ്ട് എന്നുള്ളത് ഓർക്കുക. ക്രൈയിങ് എന്നൊക്കെ പറയുന്നത് ഓഡിറ്ററി ഇമേജറിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരഡോക്സ്, അതായത് പാരഡോക്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു പോയറ്റിക് ഡിവൈസാണ്. പാരഡോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രാഡിക്ഷൻ, അതായത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് പാരഡൈസ് ആൻഡ് ദ റിയാലിറ്റി ഓഫ് ഹോംലെസ്നെസ്. അത് നമുക്ക് ഈ കവിതയിൽ കാണാം. അതായത് ഐറണി തന്നെയാണ് പാരഡോക്സും ഒരു രീതിയിൽ പറഞ്ഞാൽ. ഓക്കെ, അതായത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് പാരഡൈസ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സ്വർഗം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതും റിയാലിറ്റിയും. അതായത് റിയാലിറ്റി എന്താ? ഈ ഹോംലെസ്നെസ്, അവരുടെ ദയനീയ സ്ഥിതി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വൈരുദ്ധ്യം, ഓക്കെ, പൊരുത്തക്കേട്, അതാണ് ഈ പാരഡോക്സ് എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുമ്പോൾ പീസ്ഫുള്ളായുള്ള ലൈഫ് ആവണം, പക്ഷേ ഇവിടെ ഈ സ്ത്രീക്ക് പീസ്ഫുള്ളായുള്ള ലൈഫ് അല്ല ഉള്ളത്, പക്ഷെ പറയുന്നു പാരഡൈസിലാണ് എന്ന്. സോ ഒരു കോൺട്രാസ്റ്റ് ആണത്, ഒരു വൈരുദ്ധ്യം കാണാം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഐറോണിക്കൽ ലൈനിനെ നമുക്ക് പാരഡോക്സ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സോങ്ങിൻ്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ദ പുവർ ഡെപ്പിക്ഷൻ ഓഫ് ഹോംലെസ്നെസ് ആൻഡ് സൊസൈറ്റൽ നെഗ്ലക്റ്റ്. അതായത് വീടില്ലാത്ത ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പോവേർട്ടിയും അതുപോലെ തന്നെ ഇനീക്വാലിറ്റിയും ഒക്കെ അനുഭവിക്കുന്ന, മാർജിനലൈസേഷൻ, അതിന് ഇരകളാകേണ്ടി വരുന്ന ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു ദയനീയമായ ഒരു പിക്ചർ, അതിൻ്റെ കൂടെ അവരെന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, കരഞ്ഞപേക്ഷിക്കുമ്പോൾ, കേണപേക്ഷിക്കുമ്പോൾ അത് കണ്ടില്ല, അത് കേട്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് ഒഴിഞ്ഞു മാറി നടക്കുന്ന സമൂഹം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സോങ്ങിൽ പ്രതിപാദിച്ചിട്ടുള്ളത്, ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു തേർഡ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു സോങ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പോയറ്റിക് ഡിവൈസുകളായ റിഫ്രൈൻ, അനാഫോറ, ഇമേജറീസ്, അതുപോലെ തന്നെ ഐറണി, സർക്കാസം, പാരഡോക്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സോങ് ആണ് ഈ പറയുന്ന ഫിലിപ്പ് കൊളിൻസ് എഴുതിയിട്ടുള്ള അനദർ ഡേ ഇൻ പാരഡൈസ്. So students, hope you understood. Bye all. Thank you.